വചനജായ 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 വചനജായ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ 2024 ഒക്ടോബർ 24 പുറത്തിറക്കിയ തൻ്റെ 4ാമത്തെ ചാക്രിക ലേഖനമാണ് ദിലെക്സിത് നോസ്. അവൻ നമ്മെ സ്നേഹിച്ചു. ഈശോയുടെ ഹൃദയത്തിൻ്റെ ദൈവികവും മാനുഷികവുമായ സ്നേഹത്തെക്കുറിച്ച്. ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ ഹൃദയത്തിൻ്റെ, ഈ ലോകം അംഗീകരിക്കാത്ത, കൂടെ കൊണ്ടു നടക്കുവാൻ ഒരു പരിധിവരെയെങ്കിലും ആഗ്രഹിക്കാത്ത ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പിതാവ് പറഞ്ഞു വയ്ക്കുന്നത്. സങ്കടമുണ്ടതിൽ. കാരണം ദൈവത്തെ ഈ ലോകം നിഷേധിക്കുന്നത് കൊണ്ട്. പിതാവായ ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അവൻ അയച്ചത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലും യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലുമൊക്കെ ദൈവസ്നേഹത്തെക്കുറിച്ചും അവൻ ഈ ലോകവുമായുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചുമൊക്കെ ശക്തമായി സംസാരിക്കുമ്പോൾ ഈ ലോകം അവയിൽ നിന്നെല്ലാം മാറി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. 1672 മാർഗരറ്റ് മേരി അലക്കോക്കിന് ദൈവികമായ ഈ ദർശനം ലഭിക്കുന്നത്. തുടർന്ന് 1856 പയസ് 13-ാമൻ പാപ്പയും ഇതൊരു തിരുനാളായി ആഘോഷിക്കുന്നു സഭയിൽ. 1889 ലയോ 13-ാമൻ ഇതൊരു മഹോത്സവമായി സഭയിൽ അംഗീകരിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ആഘോഷങ്ങൾ അന്നു മുതൽ മഹാ തിരുനാളായിട്ട് സഭയിൽ ആഘോഷിക്കപ്പെടുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ലയോ 14-ാമൻ പാപ്പ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അനുകമ്പ എന്താണെന്ന് നമുക്ക് പഠിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ തന്നെ ഒരു സങ്കടമുണ്ടതിൽ. ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു മൂല്യം ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച്. ഹൃദയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിലാണ് നാം പ്രത്യാശയോടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എപ്രകാരം മുന്നോട്ട് പോകുവാൻ സാധിക്കും? ചോദ്യങ്ങളുണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ. എൻ്റെ ചുറ്റുപാടുമുള്ളവർ എനിക്കെതിരായി സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, എൻ്റെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ എനിക്ക് എങ്ങനെ അവരെ സ്നേഹിക്കാൻ സാധിക്കും? എൻ്റെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ മോശമായ രീതികളിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ എപ്രകാരം അവരോട് പൊറുക്കുവാൻ എനിക്ക് സാധിക്കും? എൻ്റെ കൂടെയുള്ളവരോട് മറ്റു ചിലർ മോശമായി മാത്രം പെരുമാറുമ്പോൾ എങ്ങനെ എനിക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കും? നഷ്ടപ്പെട്ടു പോയ ഹൃദയത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള വിചിന്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ ദിനം മാറട്ടെ. ഒന്നാമതായിട്ട് നാം ഹൃദയത്തിൻ്റെ വഴി കണ്ടെത്തണം. ഞാൻ എന്താണോ അതാണ് എൻ്റെ ഹൃദയം. എൻ്റെ ഹൃദയം എന്താണോ അതാണ് ഞാൻ. എൻ്റെ ഹൃദയത്തിലുള്ള ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടാത്ത, ഞാൻ മാറ്റി നിർത്തുന്ന, എൻ്റെ കൂടെ ഇരുത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ആകത്തുകയാണ് എൻ്റെ ജീവിതം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വഴി ഞാൻ കണ്ടെത്തണം. എൻ്റെ വഴികൾ, എൻ്റെ ഹൃദയത്തെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് ഞാൻ ആയിത്തീരുന്നത്. ദൈവീക രൂപീകരണ പ്രക്രിയയിൽ എന്നിൽ നടക്കേണ്ട ഒരു രൂപാന്തരീകരണമുണ്ട്. എൻ്റെ ഉള്ളിൽ നടക്കപ്പെടുന്ന രൂപീകരണവും അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു മാറ്റവും. എൻ്റെ ഹൃദയത്തിൻ്റെ വഴി ഞാൻ കണ്ടെത്തുമ്പോൾ എന്നിൽ നടക്കേണ്ട ഒരു പ്രതിഫലനമാണിത്. ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുകമ്പയുടെ ചാലകങ്ങളായി നമ്മൾ മാറുമ്പോൾ അവൻ്റെ ഹൃദയവുമായി സമന്വയിക്കപ്പെടുകയാണ് ഞാൻ. ആരൊക്കെയാണോ ഈ ഗുണങ്ങൾ അനുഭവിക്കുന്നത് അവർ ദൈവികമായ ഈ നന്മയിലൂടെ ദൈവത്തിങ്കലേക്ക് കുറച്ചുകൂടി അടുക്കപ്പെടുകയാണ്. മുറിവെട്ടപ്പെട്ടവൻ്റെ ഹൃദയത്തിൽ ഒഴുകിയ രക്തത്തിലും ജലത്തിലും നിന്ന് അനുഭവിച്ച നന്മയുടെ, സൗഖ്യത്തിൻ്റെ, വിശ്വാസ
അധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ശൈലിയിലേക്ക് അവൻ തിരികെ വരികയാണ്. അങ്ങനെയാവുമ്പോൾ ഞാൻ തിരിച്ചറിയണം എൻ്റെ ഹൃദയത്തിൻ്റെ വഴി എന്താണെന്ന്. ചുറ്റുപാടുകൾ വ്യത്യസ്തമായ രീതികളിലൂടെ നീങ്ങുമ്പോൾ എനിക്ക് കൃത്യതയോടുകൂടി ദൈവത്തിങ്കലേക്ക് നടക്കുവാൻ സാധിക്കുന്നുണ്ടോ? 2, എൻ്റെ ചുറ്റുപാടുകളോട് സ്നേഹം കൊണ്ട് ഞാൻ പ്രത്യുത്തരിക്കുന്ന ഒരു രീതി ഞാൻ രൂപീകരിച്ചെടുക്കണം. ഇതൊരു ജീവിത ശൈലിയാണ്. എൻ്റെ ചുറ്റുപാടുകളെ എനിക്ക് മാറ്റുവാൻ സാധിക്കണമെന്നില്ല. നടന്നു പോകുന്ന എൻ്റെ ചുറ്റുമുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ കാണുമ്പോൾ കാണുന്നവ മുഴുവനും സ്വീകരിക്കാതെ എൻ്റെ ജീവിതത്തിന് ഉതകുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുന്നതാണ് എൻ്റെ വിശ്വാസം. ചുറ്റുപാടുകളോട് ഞാൻ സ്നേഹം കൊണ്ട് പ്രത്യുത്തരിക്കുന്ന രീതി എപ്രകാരമായിരിക്കണം? നന്മയിൽ സന്തോഷിക്കുവാൻ സാധിക്കണം, തിന്മയെ വെറുക്കുവാൻ സാധിക്കണം, തിന്മ ചെയ്യുന്നവനോടൊപ്പം കൂടെ ഇരുന്ന് അവനെ കൂടി നന്മയിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കണം. ഈശോ കാണിച്ചു തരുന്ന വഴി ഇതാണ്. എളുപ്പമല്ല, അതാണ് അവൻ്റെ ഹൃദയത്തിൻ്റെ വഴി. അങ്ങനെ ചുറ്റുപാടുകളോട് സ്നേഹം കൊണ്ട് ഞാൻ പ്രത്യുത്തരിക്കുമ്പോൾ കാൽവരിയിൽ അവൻ്റെ ഹൃദയം കുത്തി പിളർക്കപ്പെട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞ ശതാധിപനെ പോലെ ആഴത്തിൽ വിശ്വസിക്കുവാനുള്ള പുതിയ ഒരു വഴി അവൻ തുറന്നു തന്നതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോട് ഞാൻ പടവെട്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവസ്നേഹം മറ്റുള്ളവരുമായി ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ സ്നേഹം കൊണ്ട് മറ്റുള്ളവരോട് പ്രത്യുത്തരിക്കുന്ന ഒരു രീതിയുടെ ശീലം ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിന്നോട് സംസാരിക്കുന്നവൻ പറയുന്നത് തിന്മ, നീയുമായി ഇടപഴകുന്നവൻ ചെയ്യുന്നത് തിന്മ, നീ വായിക്കുന്നത് തിന്മ, കാണുന്നത് തിന്മ, കേൾക്കുന്നത് തിന്മ, എങ്കിൽ പിന്നെ എവിടെയാണ് ദൈവത്തിൻ്റെ സ്ഥാനം? ദൈവം അവിടെ ഇല്ലാതിരുന്നിട്ടല്ല, നേരെ മറിച്ച് ഈ സാഹചര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ വീഴുന്ന ഒരു നിഴലാണ്. ഈ നിഴലിനപ്പുറത്തുള്ള പ്രകാശത്തെ നീ കണ്ടെത്തുന്നിടത്താണ് ഈ പറയുന്ന കാര്യങ്ങളെയും വ്യക്തികളെയും നന്മയിലേക്ക് നടത്തുവാൻ നിനക്ക് സാധിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യനെ തേടിയിറങ്ങിയ എസെക്കിയ പ്രവാചകൻ പറഞ്ഞ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കേണ്ടത്. ഇവിടെയാണ് സങ്കീർത്തകൻ പറയുന്ന എൻ്റെ കൂടെ നയിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എനിക്ക് കുറവുകളൊന്നുമില്ലാതെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലിടയൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. 3, അവൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷവും ലേഖനവുമൊക്കെ സംസാരിക്കുന്നതിനെക്കുറിച്ചാണ്. ദൈവം സ്നേഹമാണ്, അവൻ്റെ സ്നേഹത്തിലാണ് നാം വളരേണ്ടത്, ആ സ്നേഹത്തിലാണ് നിലനിൽക്കേണ്ടത്. അവനിലുള്ള ഈ വിശ്വാസം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ എനിക്ക് സാധിക്കണം. ഈ വിശ്വാസത്തിൻ്റെ ആഴപ്പെടലാണ് എൻ്റെ ഭക്തിയുടെ പ്രകടനമായി മാറേണ്ടത്. ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രകടനമല്ല എൻ്റെ ഭക്തി. നേരെ മറിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന ദൈവത്തോട് ഞാൻ അടുത്തു നിൽക്കുമ്പോൾ എന്നിൽ നിന്ന് ഞാൻ അറിയാതെ പ്രകൃത്യാ അവനിലേക്ക് വളരുന്ന ഒരു ശൈലിയുടെ ഭാഗമാണിത്. ഭക്തി ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. ഈ ഭക്തി അപരസ്നേഹത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. ഇതാണ് സുവിശേഷം. അവൻ ജീവിച്ച, അവൻ പറഞ്ഞ, അവൻ പ്രകടിപ്പിച്ച അത്ഭുതങ്ങളുടെയും മറ്റു പ്രവർത്തനങ്ങളുടെയും ആകത്തുക സുവിശേഷമാണെങ്കിൽ, ആ സുവിശേഷം അവനാണെങ്കിൽ അവൻ സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അത് നമ്മളെ ഭക്തിയിലേക്കാണ് കൊണ്ടെത്തിക്കേണ്ടത്. ഈ ഭക്തി അവനിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കണം. അതോടൊപ്പം തന്നെ അവരിലേക്കും വളരുവാൻ നമുക്ക് സാധിക്കണം. ഇക്കഴിഞ്ഞ 27-ാം തീയതി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷങ്ങളുടെ 350-ാം വർഷം ആഘോഷങ്ങളുടെ അവസാന ദിനമാണ്. ഈ അവസാന ദിനത്തിൽ നാം ദൈവത്തിങ്കലേക്ക് തിരികെ വരുമ്പോൾ സഭ നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മടങ്ങി വരണം. സ്വന്തം ഹൃദയത്തിലേക്ക് മടങ്ങി വരുന്ന ഒരവസ്ഥ തിരിച്ചറിയുവാൻ സാധിക്കണം. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ദൈവ സംരക്ഷണ മൂല്യബോധങ്ങളുടെ, ദൈവവിശ്വാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്രകാരം സംസാരിക്കുന്നത്. പാശ്ചാത്യ സംസ്കാരത്തിൽ ബുദ്ധിക്കും ഇച്ഛയ്ക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നല്ല, നേരെ മറിച്ച് അവയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ദൈവത്തിനും ദൈവവിശ്വാസത്തിനും പ്രാധാന്യമില്ലാതെ മറ്റൊരു കാര്യത്തിലേക്ക് അവ നീങ്ങിപ്പോയപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് മാറുന്നൊരു ജനതയുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് സഭ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഹൃദയങ്ങളിലേക്ക് തിരികെ വരണം. ഹൃദയങ്ങളിലേക്ക് തിരികെ വരണമെന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിങ്കിലേക്കുള്ള തിരികെ വരൽ തന്നെയാണ്. കാരണം ദൈവമാണ് ഹൃദയം.
എൻ്റെ ഉള്ളിൽ ആവസിക്കുന്ന ഈ ദൈവത്തിങ്കലേക്ക് ഞാൻ തിരികെ വരുവാൻ സാധിക്കണം. എൻ്റെ ഹൃദയത്തിലേക്കുള്ള മടങ്ങി വരൽ. സുവിശേഷത്തിൽ വ്യക്തമായ അടയാളങ്ങളുണ്ട് നമുക്ക്. മടങ്ങി വരുന്ന, തിരികെ വരുന്ന ഒരു നിക്കോദേമോസ് ഉണ്ട്. തൻ്റെ ജീവിതം ശരിയല്ലായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കലേക്ക്, ഹൃദയത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു സമറിയാക്കാരി സ്ത്രീയുണ്ട്. താൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് തിരികെ വരുന്ന വ്യഭിചാരിണിയായ ഒരു സ്ത്രീയുണ്ട്. വഴിയരികിലിരുന്ന് അന്നെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരുന്ന ഒരു അന്ധയാചകനുണ്ട്. ഇവരൊക്കെ ഹൃദയത്തിലേക്ക് തിരികെ വന്നവരാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹം ഒരു തണലാണ്. മുറിക്കപ്പെട്ടവൻ്റെ, ക്രൂശിക്കപ്പെട്ടവൻ്റെ ഈ കുരിശിൻ്റെ കീഴിൽ, ഈ തണലിൽ നാം ജീവിക്കുമ്പോൾ ഇത് തിരികെ വരലിൻ്റെ അടിസ്ഥാനമായി മാറണം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, തൻ്റെ ഹൃദയത്തോടൊപ്പം തുടിക്കുന്ന ഈശോയുടെ ഹൃദയത്തെ താൻ തിരിച്ചറിയണം. എൻ്റെ ഹൃദയത്തിനോടൊപ്പം തുടിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം. കൊച്ചു ത്രേസ്യയുടെ ആധ്യാത്മികത അത്തരത്തിലുള്ളതാണ്. മറ്റൊന്നിനെക്കുറിച്ചുമല്ല പറയുന്നത്. എൻ്റെ ഹൃദയത്തോടൊപ്പം ദൈവത്തിൻ്റെ ഹൃദയവും ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഹൃദയമിടിപ്പിനെ എങ്ങനെ മോശമാക്കുവാൻ എനിക്ക് കഴിയും? ദൈവികമായിട്ടുള്ള ഏറ്റവും ശക്തമായ ഇടപെടലിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ അടയാളമായി ദൈവഹൃദയം നമ്മോടൊപ്പമായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും അതിനോടൊപ്പം ആയിത്തീരുവാൻ സാധിക്കണം. ഇത് ദൈവവിശ്വാസത്തിലുള്ള ആൾ പറഞ്ഞു വയ്ക്കുന്നു. ഇത് ദൈവവിശ്വാസത്തിലുള്ള എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ്. എൻ്റെ കുറവുകളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവനിൽ ഞാൻ വിശ്വസിച്ച് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വളർത്തുമ്പോൾ ഇത് തന്നെയാണ് ഹൃദയത്തിലേക്കുള്ള തിരിച്ചുവരവ്. പ്രാർത്ഥിക്കുകയാണ്, ദൈവവുമായി, ഹൃദയവുമായി നമുക്ക് പ്രണയത്തിലാവാം. ഈ ലോകം ദൈവവുമായി, ദൈവഹൃദയവുമായി പ്രണയത്തിലാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മുന്നോട്ട് പോകാം. നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, ദൈവം നഷ്ടപ്പെട്ടു പോകുന്ന, ദൈവഹൃദയമില്ലാത്ത ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകം ദൈവത്തിങ്കിലേക്ക്, ഹൃദയത്തിലേക്ക് തിരികെ വരുവാൻ, നാം ദൈവവുമായി പ്രണയത്തിലാവുവാൻ, ലോകം ദൈവവുമായി പ്രണയത്തിലാവുവാൻ ഈശോയുടെ തിരുഹൃദയം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. വചനജായ 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 വചനജായ